ഹലോ, രുചിനേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പരിപ്പുവട. അതിനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 മണിക്കൂർ കുതിർത്ത കടലപ്പരിപ്പ്. ആ പരിപ്പ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമുക്കതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മുളകും ഉപ്പൊക്കെ അതൊക്കെ ആവശ്യത്തിനാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് അരച്ചെടുക്കാം. നന്നായി അരയാൻ പാടില്ല, ഈ ഒരു തിക്നെസ്സിൽ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളക് ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പോലെ ആക്കിയത് അത് നമുക്കിതിലേക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു മയം വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ എല്ലാ പൊടികളൊക്കെ ഇങ്ങനെ ഒന്ന് കുഴച്ച് ഇങ്ങനെ കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ പാം ഓയിൽ വയ്ക്കുന്ന നല്ലത്. പാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാവാൻ വേണ്ടി തീ കൂട്ടാം. നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിന് കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊന്തി വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ മീൻസ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ ഉരുട്ടി ഇങ്ങനെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാക്കുന്ന സമയത്ത് കൈ കൊണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എണ്ണ കൊണ്ട് കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ റൗണ്ടാക്കി ഒരു സ്പൂണിലേക്ക് അത് വെച്ച് കൊടുത്ത് ഇതുപോലെ പതുക്കെ സാവധാനത്തിൽ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എണ്ണ തെറിക്കാതെയും കൈ കൊള്ളാതെയൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് എത്രത്തോളം പരിപ്പുവട എണ്ണയിൽ മുങ്ങി നിൽക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് പരിപ്പുവട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ 5 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിപ്പുവട ഇട്ട ഉടനെ തന്നെ അതൊന്ന് ഇളക്കാൻ ശ്രമിക്കരുത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്നുകൊണ്ട് മാത്രമേ ചെയ്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പുവട പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, അതുപോലെ തന്നെ എപ്പോഴും സിമ്മ് കുറച്ച് വേണം വയ്ക്കാൻ. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഉള്ളിവട, ഉഴുന്നുവട അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വേവണമെങ്കിൽ നമുക്ക് എപ്പോഴും സിമ്മ് കുറച്ച് വെച്ചിരിക്കണം. കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഒന്നാമത് കരിയും, രണ്ടാമത് അതിനുള്ളിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് വേവില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ബ്രൗൺ കളറാവുന്നതിന് തീരെ അങ്ങോട്ട് കരിയണ രീതിയിലാക്കുകയും ചെയ്യരുത്. കാരണം നമ്മുടെ അതിനുള്ളിൽ ആ ഒരു കടലപ്പരിപ്പും ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വേവണം. നല്ല ക്രിസ്പി ആവണമെങ്കിൽ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവടയും നല്ല ചൂട് കട്ടൻ ചായയും കൂടി കുടിക്കുന്ന സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പുവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻസ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.